ഹലോ എവരിവൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം മൈനർ കോഴ്സ് ആയിട്ടുള്ള റേഡിയോ ആൻഡ് ടെലിവിഷൻ എന്ന് പറയുന്ന ഭാഗത്തിലെ മൊഡ്യൂൾ 1 ആണ്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റേഡിയോ പ്രൊഡക്ഷൻ സ്റ്റേജുകളാണ്. റേഡിയോ പ്രൊഡക്ഷൻ സ്റ്റേജുകൾ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ പ്രീ പ്രൊഡക്ഷൻ, രണ്ടാമത്തത് പ്രൊഡക്ഷൻ, മൂന്നാമത്തെ പോസ്റ്റ് പ്രൊഡക്ഷൻ. ഇനി നമുക്ക് ടെലിവിഷന്റെ പ്രൊഡക്ഷൻ സ്റ്റേജുകൾ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഈ 3 സ്റ്റേജുകൾ തന്നെയാണ് പറയുന്നത്. 3 സ്റ്റേജുകളാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, അടുത്തത് പോസ്റ്റ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി ആദ്യമായിട്ട് പ്രീ പ്രൊഡക്ഷൻ എന്താണ് എന്നുള്ളതാണ്. പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ജനിക്കുന്ന, അതായത് നമ്മൾ ഒരു പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ആണ് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. അതായത് നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ ഐഡിയകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു സ്റ്റേജിനെയാണ് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജുകൾ എന്ന് പറയാം. ഇതിൽ നമുക്ക് ആദ്യമായിട്ട് ആൻ ഐഡിയ ഈസ് ബോൺ എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് കാര്യമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അതിന് ഐഡിയ രൂപീകരിക്കുക, ഒരു ആശയം രൂപീകരിക്കുക എന്നുള്ളതാണ് ആൻ ഐഡിയ ഈസ് ബോൺ എന്ന് പറയുന്നത്. അതായത് കൺസെപ്ച്വലൈസേഷൻ നടക്കുന്ന ഏരിയ, അതായത് നമ്മളൊരു കോൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജ് ആണ് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് ആൻ ഐഡിയ ഈസ് ബോൺ എന്ന് പറയുന്നത്. രണ്ടാമത്തത് സെക്കൻഡ് സ്റ്റേജ് ആണ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയും. പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിക് ഡിസൈഡ് ചെയ്യുന്നു, അതാണ് ആൻ ഐഡിയ ഈസ് ബോൺ എന്ന് പറയുന്നത്. ഒരു ടോപ്പിക് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് എങ്ങനെ നടത്തണം എന്നുള്ള സ്റ്റേജ് ആണ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ടോക്ക് ഷോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ആണ്, ഒരു ഇന്റർവ്യൂ, ഡ്രാമ അല്ലെങ്കിൽ ഡോക്യുമെന്ററി, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു റൈറ്റ് പേഴ്സണെ എന്ത് ചെയ്യണം, അത് ഒരു എഴുതുന്നതിന് വേണ്ടിയിട്ട്, സ്ക്രിപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പെർഫോമൻസ് അല്ലെങ്കിൽ പെർഫോമേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. അപ്പൊ ആരൊക്കെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ പ്ലാൻ ഓഫ് ആക്ഷനിൽ നമ്മൾ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നമ്മൾ ഔട്ട്സൈഡിൽ നിന്നാണോ റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ നിന്നാണോ റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയുള്ള പ്ലാനിങ് നടത്തുന്ന ഒരു ഏരിയനെയാണ് പ്ലാൻ ഓഫ് ആക്ഷൻസ് എന്ന് പറയാറുള്ളത്. അടുത്തത് ദ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ ഇയർ ആണ്. അതായത് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് തയ്യാറാക്കുന്നത്, റേഡിയോ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരു കേൾവിക്കാരനെ എങ്ങനെയാണ് അത് മനസ്സിലാവേണ്ടത്, ആ വേർഡുകളിൽ എന്ത് ചെയ്യണം, സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. നാലാമത്തെ സ്റ്റേജ്, അല്ലെങ്കിൽ നമുക്ക് നാലാമത്തേതായിട്ട് പേപ്പർ വർക്ക് എന്ന് പറയാൻ പറ്റും. പേപ്പർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റേഡിയോ ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരാളെ ആങ്കറിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. അപ്പൊ ഇത്തരത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ റേഡിയോന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് തുടങ്ങിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിബന്ധനകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, സൈൻ ചെയ്യിപ്പിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, പേപ്പർ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ലീഗൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഇതെല്ലാ സമയത്തും ചെയ്യേണ്ടത്. അടുത്ത റിഹേഴ്സിംഗ് ആണ്. റിഹേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, റേഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റുകളൊക്കെ അത് കൃത്യമായിട്ട് വായിച്ച് എന്ത് ചെയ്യുക, റിഹേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ പറയുന്ന 5ാമത്തെ കാര്യം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് പ്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റിഹേഴ്സൽ വരെ ചെയ്തു, നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, സ്ക്രിപ്റ്റുകൾ എങ്ങനെയാണ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൊഡക്ഷൻ നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റുഡിയോയിൽ വെച്ചിട്ട് മൈക്രോഫോൺസും കമ്പ്യൂട്ടേഴ്സും മറ്റ് റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള എപ്പിസോഡ്, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് എന്തെന്ന് വിളിക്കുക, പ്രൊഡക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, നമ്മൾ ആദ്യം പ്രീ പ്രൊഡക്ഷൻ ചെയ്യുന്നു, അതിൽ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അതിന്റെ റിഹേഴ്സൽ, സ്ക്രിപ്റ്റിംഗ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും, ആവശ്യമായിട്ടുള്ള പെർഫോമൻസ്, അതായത് RJs, അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള ആളുകളെ, എല്ലാ ആളുകളെയും നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ നിയമിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പ്രൊഡക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ,
ഇനി അടുത്തതായിട്ട് എന്താണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മേജർ ആക്ടിവിറ്റി ആണ്. ഒരു റേഡിയോനെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ ആക്ടിവിറ്റി ആണ് ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഗ്രാമിന് ചില സമയത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ പീപ്പിൾസിന് എന്ത് ചെയ്യണം, നമ്മളുടെ ഇത് കേൾക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ എപ്പിസോഡുകൾ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അവയർനെസ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാമിനെ മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതിൽ വോയിസിന്റെ മോഡുലേഷൻസ് കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ എഡിറ്റിങ്ങുകൾ നടത്തേണ്ടി വരും, നോയ്സുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിലുള്ള ഓരോ തടസ്സങ്ങളാണ്, നോയ്സുകൾ മാറ്റേണ്ടി വരും, ബാക്ക്ഗ്രൗണ്ട് വോയിസുകൾ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള എഡിറ്റിംഗ് പരമായിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെയാണ് വരിക. അതുപോലെ തന്നെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളും കൂടിയാണ് ആരെന്ന് പറയുന്നത്, എഡിറ്റർ എന്ന് പറയുന്നത്. അതായത് ഈ വോയിസുകൾ എഡിറ്റ് ചെയ്യുന്ന ആൾ. ഈ വോയിസ് എഡിറ്റ് ചെയ്യുന്ന ആളായിരിക്കും നോയ്സും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് വോയിസിനെ ഒന്ന് അതിന്റെ മൂഡ് അനുസരിച്ച് ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് ഫൈനൽ കോപ്പി എന്ത് ചെയ്യുന്നത്, ഫൈനലായിട്ട് അതിന്റെ ഔട്ട്പുട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇതടക്കം ഏതിൽ വരുന്ന ഡ്യൂട്ടീസ് ആണ്, പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരുന്ന ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്വാളിറ്റീസ് ഓഫ് എ റേഡിയോ പ്രൊഡ്യൂസർ എന്നുള്ളതാണ്. ഒരു റേഡിയോ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ചെലവഴിക്കുന്ന ആൾ എന്നുള്ളത് മാത്രമല്ല അർത്ഥമുള്ളത്. ഒരു റേഡിയോ ഒരു പ്രോഗ്രാം അത് A to Z എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ കോർഡിനേഷൻ ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ് റേഡിയോ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പൊ റേഡിയോ പ്രൊഡ്യൂസർക്ക് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ടു സീ ആൻഡ് ഹിയർ വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് യു എന്നുള്ളതാണ്. അതായത് തന്റെ ചുറ്റുഭാഗം നടക്കുന്ന കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യാനുള്ള കഴിവ് എല്ലാ സമയത്തും റേഡിയോ പ്രൊഡ്യൂസർക്ക് വേണം. അതിൽ ഒന്നാമതായിട്ട് ഇൻക്വസ്റ്റീവ്നെസ് എന്ന് പറയുന്ന കാര്യമാണ് പറയുന്നത്. ഇൻക്വസ്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റി വേണം. അതായത് എന്തൊക്കെയാണ് തന്റെ ചുറ്റുഭാഗം നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, അതെല്ലാ സമയത്തും വേണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടുള്ളൂ. അപ്പൊ രണ്ടാമത്തായിട്ട് ഗെറ്റിംഗ് ഐഡിയാസ്, അതായത് ഒബ്സർവേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യും, ഓരോ ഐഡിയാസ് ഒരു റേഡിയോ പ്രൊഡ്യൂസർക്ക് പുതിയ പുതിയ ഐഡിയകൾ കിട്ടും. അതായത് നമ്മളുടെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക, ലൈഫായിട്ടുള്ള നമ്മളുടെ ജീവിതപരമായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസുകൾ വേണം, നല്ലതും ചീത്തതായിട്ടുള്ള എക്സ്പീരിയൻസുകൾ വേണം. അങ്ങനെയുള്ള എക്സ്പീരിയൻസിലൂടെ പുതിയ ഐഡിയാസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ടോക്കിംഗ് ടു അതേഴ്സ്, മറ്റുള്ള ആളുകളോട് സംസാരിക്കുക, അതിലൂടെ കോൺവെർസേഷനിലൂടെ മറ്റു ആളുകളെ കുറിച്ച് മനസ്സിലാക്കാനും കുറെ അധികം എക്സ്പീരിയൻസുകൾ ലഭിക്കാനും നമുക്ക് സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താണ്, അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് എബിലിറ്റി ടു കൺസെപ്ച്വലൈസ് ഐഡിയാസ് എന്നുള്ളതാണ്. എബിലിറ്റി ടു കൺസെപ്ച്വലൈസ് ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള റോ ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യത്തിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എപ്പിസോഡ് തയ്യാറാക്കാം എന്ന് പറയുന്ന ആ ചെറിയൊരു റോ ഐഡിയയെ വെൽ സ്ട്രക്ചേർഡ് കോൺസെപ്റ്റിലേക്ക് മാറ്റുന്ന ഒരു കഴിവ് എല്ലാ സമയത്തും ഒരു റേഡിയോ പ്രൊഡ്യൂസർക്ക് വേണം എന്നാണ് പറയുന്നത്. അടുത്തതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, അതായത് പുതിയ പുതിയ കണ്ടന്റുകൾ യുണീക്ക് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് വേസിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ പറയാൻ ഇവർക്ക് സാധിക്കണം. അപ്പോൾ ഒരു രണ്ടാളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ ഐഡിയകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ രണ്ടാളുകൾക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് പുതിയ ഐഡിയകൾ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതികളിലൂടെ ഒരു കോൺസെപ്റ്റ് പറയുക എന്നുള്ളതൊക്കെ ക്രിയേറ്റിവിറ്റിയിൽ പറയുന്ന കാര്യങ്ങളാണ്. അടുത്തത് എ ഗുഡ് യൂസർ ഓഫ് വേർഡ്സ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്ട്രോങ് വൊക്കാബുലറി വേണം. അതായത് ഒരു നല്ല രീതിയിൽ വാക്കുകൾ, പുതിയ പുതിയ വാക്കുകൾ മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനും അപ്രോപ്രിയേറ്റ് യൂസേജ്, അതായത് വാക്കുകൾ കൃത്യസമയത്ത്
അപ്രോപ്രിയേറ്റ് യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് റൈറ്റ് വേർഡ്സുകൾ റൈറ്റ് ടൈമിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ടുള്ള വാക്കുകൾ കൃത്യസമയത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതിനൊക്കെ സാധിക്കും. അപ്പൊ നല്ല വാക്കുകൾ ഒക്കെ കിട്ടുന്ന ആളായിരിക്കണം. ഇങ്ങനെ നല്ല വാക്കുകൾ വേണം എന്നുണ്ടെങ്കിൽ നല്ല റീഡിങ് ഉള്ള ആളുകളൊക്കെ ആയിരിക്കണം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എലമെന്റ്സ് ഓഫ് റേഡിയോ പ്രൊഡക്ഷൻ. ഒരു റേഡിയോ പ്രൊഡക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ്സുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഹ്യൂമൻ വോയിസ് ഓർ സ്പോക്കൺ വേർഡ്സ് എന്നുള്ളതാണ്. അത് നിർബന്ധമായിട്ട് റേഡിയോ പ്രൊഡക്ഷനിൽ നമുക്ക് RJ എന്ന് എടുക്കാം. അതായത് റേഡിയോ ജോക്കി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് എല്ലാ സമയത്തും റേഡിയോ പ്രസന്റ് ചെയ്യുന്ന ആൾ. അപ്പൊ ഹ്യൂമൻ വോയിസുകൾ വേണം, സ്പോക്കൺ വേർഡ്സ് അതാണ് എന്തെന്ന് പറയുന്നത്, RJ എന്ന് പറയുന്നത്. അപ്പൊ റേഡിയോ പ്രോഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ വോയിസുകൾ, RJs എന്ന് പറയുന്നത്. അനൗൺസേഴ്സോ ന്യൂസ് റീഡേഴ്സോ അല്ലെങ്കിൽ മറ്റ് എങ്ങനെയെങ്കിലും ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വോയിസുകളായിരിക്കണം. അപ്പോൾ വോയിസുകൾ വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വോയിസുകൾ നൽകണം എന്നുണ്ടെങ്കിൽ ഒരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റുകൾ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്പീക്കിംഗ് വേണം, അല്ലെങ്കിൽ ഒരു മൈക്രോഫോണിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവുകളുള്ള ആളുകളും കൂടിയായിരിക്കണം റേഡിയോ പ്രസന്റ് ചെയ്യേണ്ടത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റിൽ ഒന്നാണ് മ്യൂസിക്കുകൾ എന്ന് പറയുന്നത്. റേഡിയോ പ്രോഗ്രാംസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് മ്യൂസിക് എന്ന് പറയുന്നത്. ഇപ്പോൾ മൾട്ടിപ്പിൾ വേസിലൂടെ മ്യൂസിക്കുകൾ അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഡിപെൻഡന്റ് പ്രോഗ്രാമുകളിൽ ഇപ്പോൾ ഫിലിം സോങ്സുകൾ നൽകുന്ന അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക്കുകൾ നൽകുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ റേഡിയോയിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ സിഗ്നേച്ചർ ടോണുകൾ ഉണ്ടായിരിക്കും, തീം മ്യൂസിക്. ഓരോ ഷോസിനും ഇപ്പോൾ ഓരോ പ്രോഗ്രാമിന് അതിൻ്റെതായിട്ടുള്ള ടോണുകൾ കാര്യങ്ങളൊക്കെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഒരു മ്യൂസിക്കിന്റെ ഒരു റേഡിയോയിലുള്ള ഫങ്ഷൻസ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സ്പോക്കൺ പ്രോഗ്രാംസിന് ഓരോരോ പ്രോഗ്രാമുകൾക്ക് എന്ത് ചെയ്യുക, ഒരു ലൈഫ് കൊടുക്കുക എന്നുള്ളതും ബ്രേക്ക് മൊണോട്ടോണി എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാരിയേഴ്സ് അല്ലെങ്കിൽ ഒരു ബോറിംഗ് ഇല്ലാതാക്കുക, ഒരു എൻഹാൻസ് മൂഡ് അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം, സങ്കടം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര താല്പര്യങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു മ്യൂസിക്കിൽ റേഡിയോയിലുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി സൗണ്ട് എഫക്റ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സൗണ്ട് എഫക്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് സൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു റിയലിസം കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സൗണ്ട് എഫക്റ്റുകൾ എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുള്ള സൗണ്ട് എഫക്റ്റുകൾ നമുക്ക് എടുക്കാം. ഒന്നാമത് സ്പോട്ട് എഫക്റ്റുകളാണ്. അതായത് റെക്കോർഡിങ്ങിന്റെ സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ആ എഫക്റ്റുകൾ കൊണ്ടുവരുന്നതിനെയാണ് സ്പോട്ട് എഫക്റ്റുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റെക്കോർഡഡ് എഫക്റ്റ് എന്നുള്ളതാണ്. പ്രീ റെക്കോർഡഡ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള സൗണ്ട് അല്ലെങ്കിൽ എഫക്റ്റുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വോയിസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, അതാണ് റെക്കോർഡഡ് എഫക്റ്റുകൾ എന്ന് പറയുന്നത്. പിന്നീട് സ്റ്റുഡിയോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള, സൗണ്ട് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേൽ നിന്നുള്ള സൗണ്ടുകൾ അകത്തേക്ക് കയറാത്ത രീതിയിലുള്ള, നോയിസുകളൊന്നും കയറാത്ത രീതിയിലുള്ള സ്റ്റുഡിയോസ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി സൗണ്ട് റെക്കോർഡിങ്സ് എക്യുപ്മെന്റ്സുകളും ഇതിൽ അത്യാവശ്യമായിരിക്കും. അടുത്തത് മൈക്രോഫോൺസ് ആണ്. മൈക്രോഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മൈക്രോഫോൺസ് എന്ന് പറയുന്നത്. ഒരു 3 തരത്തിലുള്ള മൈക്രോഫോൺസ് ആണ് കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാറുള്ളത്. യൂണി ഡയറക്ഷണൽ മൈക്രോഫോൺസ് ഉണ്ട്, അതായത് 1 ഡയറക്ഷനിൽ മാത്രമാണ് ഇത് എടുക്കാറുള്ളത്. നമ്മൾ സാധാരണ കാണുന്ന അനൗൺസ്മെന്റുകൾക്കും ഒക്കെ കാണുന്ന രീതിയിലുള്ള മൈക്രോഫോൺസ് യൂണി ഡയറക്ഷണൽ മൈക്രോഫോൺസ് ആണ്. ന്യൂസ് റീഡേഴ്സ് ഇത് ഉപയോഗിക്കാറുണ്ട്. ബൈ ഡയറക്ഷണൽ മൈക്രോഫോൺസ് ഉണ്ട്, അതായത് 2 ഡയറക്ഷനിൽ നിന്ന്, 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഉപയോഗിക്കുന്ന മൈക്രോഫോൺസ് ആണ് ബൈ ഡയറക്ഷണൽ മൈക്രോഫോൺസ് എന്ന് പറയുന്നത്. ഇന്റർവ്യൂസിനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. പിന്നെ ഒമ്നി ഡയറക്ഷണൽ മൈക്രോഫോൺസ് ഉണ്ട്, അതായത് എല്ലാ ഡയറക്ഷനിൽ നിന്നുള്ള, അതായത് 360 ഡിഗ്രിയിലുള്ള എല്ലാ ഡയറക്ഷനിലുള്ള സൗണ്ടുകൾ എടുക്കുന്നതാണ്. ഇപ്പോൾ ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഡ്രാമ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വോയിസുകളൊക്കെ റെക്കോർഡ് ചെയ്യാനുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഒമ്നി ഡയറക്ഷണൽ മൈക്രോഫോൺസ് എന്ന് പറയുന്നത്. പിന്നീട് അടുത്തതായിട്ട് പറയാനുള്ളതാണ് ആർട്ടിഫിഷ്യൽ എക്കോ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗണ്ട് മിമിക് സൗണ്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള സൗണ്ടുകൾക്കൊക്കെ റിയലിസം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ എക്കോ എന്ന് പറയുന്നത്. ഒരു എഫക്റ്റ് ആണ്, സൗണ്ട് എഫക്റ്റ് ആണ് ആർട്ടിഫിഷ്യൽ എക്കോ എന്ന് പറയുന്നത്.
അടുത്തത് ഫിൽറ്റർ ഓർ ഡിസ്റ്റോർട്ട് എന്നുള്ളതാണ്. ഡിസ്റ്റോർട്ടഡ് അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്കോറിയലിസം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സൗണ്ട് എഫക്റ്റുകളാണ് ഫിൽറ്റർ ഓർ ഡിസ്റ്റോർട്ടുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ റേഡിയോയുടെ കാര്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ടെലിവിഷൻ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റേഡിയോന്റെ പ്രൊഡക്ഷൻ സ്റ്റേജുകൾ പോലെ തന്നെയാണ് ആരുടെയും ടെലിവിഷന്റെയും പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രീ പ്രൊഡക്ഷൻ ആണ്. പ്രീ പ്രൊഡക്ഷനിൽ ആദ്യമായിട്ട് കൺസെപ്ച്വലൈസേഷൻ ആണ്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻ ഐഡിയ ഈസ് ബോൺ എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്താണ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കോൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് റിസർച്ച് ആണ്. പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലെ അടുത്തതായിട്ട് വരുന്നതാണ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കുക, ഡാറ്റാസ് കളക്ട് ചെയ്യുക, എല്ലാ ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഈ റിസർച്ചിൽ കൃത്യമായിട്ടുള്ള റിസർച്ചുകൾ നടത്തുമ്പോൾ നമുക്ക് നല്ല നല്ല പ്രോഗ്രാമുകൾ ലഭിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. റിസർച്ചുകൾ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട സ്ക്രിപ്റ്റിംഗ് ആണ്. സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡയലോഗുകളാണുള്ളത്, അതുപോലെ തന്നെ എത്ര കഥാപാത്രങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ സംഭാഷണങ്ങൾ, അവരുടെ മൂഡ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതുന്ന സ്റ്റേജാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റോറി ബോർഡിംഗ് ആണ്. സ്റ്റോറി ബോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. അതായത് നമ്മൾ എടുക്കാൻ പോകുന്ന ഓരോ സീനുകളുടെയും അതെങ്ങനെയാണ് സീനുകൾ വരേണ്ടത്, ഏത് ഷോട്ടാണ്, ഏത് ആംഗിളിലാണ് ക്യാമറ വെക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിത്രങ്ങൾ വഴി പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് സ്റ്റോറി ബോർഡിംഗ് എന്ന് പറയുന്നത്. സ്റ്റോറി ബോർഡിംഗ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഡയറക്ടേഴ്സിനും ക്യാമറ പേഴ്സൺസിനും ഒക്കെ ആയിരിക്കും. കാരണം ഒരു ഷോട്ട് എങ്ങനെ വേണ്ടത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പിക്ചറാക്കി വരയ്ക്കുന്നത് കൊണ്ട് അതുപോലെ ഷൂട്ട് ചെയ്യാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒരു ആർട്ടിസ്റ്റിന്റെ, അതായത് ചിത്രകാരന്റെ സൂപ്പർവിഷൻസോട് കൂടിയിട്ട് ചെയ്യുന്നതാണ് സ്റ്റോറി ബോർഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാസ്റ്റിംഗ് നടത്തണം. ആരാണ് നായകനാവേണ്ടത്, നായിക ആരാണ്, ഫാമിലി മെമ്പേഴ്സ് ആരാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള പെർഫോമേഴ്സ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്തത് ക്രൂ സെലക്ഷൻ ആണ്. ക്രൂ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ പേഴ്സൺസിന്, അതായത് ക്യാമറ പേഴ്സൺസ് അല്ലെങ്കിൽ നമുക്ക് സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞാൽ മതി. സിനിമാറ്റോഗ്രാഫർ, ലൈറ്റിംഗ് പ്രൊഫഷണൽസ്, അതായത് നമ്മളുടെ സ്ഥലങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് ലൈറ്റുകൾ നൽകേണ്ടി വരും, അതിനുള്ള ആളുകൾ, സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റാഫുകൾ, അതുപോലെ തന്നെ മ്യൂസിക് കമ്പോസേഴ്സ്, സിംഗേഴ്സ് ആരൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള ക്രൂ മെമ്പേഴ്സ് ആരൊക്കെയാണ്, അവരൊക്കെ സെലക്ഷൻ ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അതാണ് പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിന്റെ സ്റ്റേജ് ആണ്. നമ്മൾ സ്റ്റുഡിയോയിൽ വെച്ചിട്ടോ ലൊക്കേഷനിൽ വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലൈറ്റിങ്ങിന്റെ ടെക്നീഷ്യൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ ബെറ്റർ വിഷ്വൽസിന് വേണ്ടിയിട്ട് ക്വാളിറ്റിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്യാമറ പേഴ്സൺസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും, ആക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും അവരെന്ത് ചെയ്യുന്നു, അവരുടെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു. അതാണ് പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് പല സീനുകളും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഷൂട്ട് ചെയ്ത സീനുകളൊക്കെ എഡിറ്റ് ചെയ്യുന്ന റോ വിഷ്വൽസുകളെല്ലാം എഡിറ്റ് ചെയ്തിട്ട് സിംഗിൾ മൂവി ആക്കുന്ന അല്ലെങ്കിൽ സിംഗിൾ വീഡിയോ ആക്കുന്ന സ്റ്റേജിനെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നായി ഷൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ ഒരുമിപ്പിക്കും, അതിൽ ആനിമേഷൻസ് കൊടുക്കും, മ്യൂസിക്കുകൾ ആഡ് ചെയ്യും, ടൈറ്റിൽസ്, ഗ്രാഫിക്സുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എഡിറ്റിംഗ്, വിഷ്വൽസുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ ഔട്ട്പുട്ട് തയ്യാറാക്കും. ആ സ്റ്റേജിനെയാണ് എന്തെന്ന് വിളിക്കുക, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുക. പോസ്റ്റ് പ്രൊഡക്ഷൻ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പ്രൊഡക്ഷൻ ടീം എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പ്രൊഡക്ഷൻ ടീം ഏതൊക്കെയാന്ന് പറഞ്ഞു. പ്രീ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനുമാണ്. ഇനി റേഡിയോയിലും അതുപോലെ തന്നെ ടെലിവിഷനിലും പ്രൊഡക്ഷൻ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്.
അപ്പോൾ ഒന്നാമതായിട്ട് പ്രീ പ്രൊഡക്ഷൻ ആണ്, പ്ലാനിങ് സ്റ്റേജ് ആണ്. അതിൽ ഏറ്റവും ഫസ്റ്റത്തെ വ്യക്തി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആണ്. പ്രൊഡ്യൂസറുടെ പ്രധാനപ്പെട്ടത് ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രൊഡക്ഷന്റെ ഒരു ഹെഡാണ്. ആരെന്ന് പറയുന്നത് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുക, അതിന്റെ ബഡ്ജറ്റ് തീരുമാനിക്കുക, പ്രൊഡക്ഷന്റെ എല്ലാ സ്റ്റേജുകളിലും കോർഡിനേറ്റ് ചെയ്യുക, സ്ക്രിപ്റ്റുകൾ അപ്രൂവ് ചെയ്യുക, പ്രൊഡക്ഷൻ ഷെഡ്യൂളുകൾ ഫൈനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റുകളൊക്കെ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും അത് ഉറപ്പുവരുത്തുന്ന വ്യക്തിയുമാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു വ്യക്തിയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പേഴ്സൺ ആണ് സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത്. പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുക, ഡയലോഗുകൾ എഴുതുക, അത് നരേറ്റ് ചെയ്യുക, ഓരോ സീനുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ്, അതിന്റെ വിവരണങ്ങൾ നൽകുക തുടങ്ങിയുള്ള കാര്യങ്ങൾ അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർക്കായിരിക്കും. എഴുതുന്ന കണ്ടന്റുകൾ വളരെ എൻഗേജിങ് ആയിട്ട്, ക്ലിയർ ആയിട്ട്, അതുപോലെ തന്നെ ടാർഗറ്റ് ഓഡിയൻസിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ഒക്കെ എഴുതുക എന്ന് പറയുന്ന ചുമതലയും സ്ക്രിപ്റ്റ് റൈറ്റർക്കാണ്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഡയറക്ടറുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുക, അല്ലെങ്കിൽ ക്ലോസ് ടച്ചിലിരിക്കുക എന്ന് പറയുന്ന ചുമതലയും കൂടിയിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഉണ്ടായിരിക്കും. അടുത്ത ഡയറക്ടറാണ്. ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളുടെ എല്ലാ ചുമതലയും ഡയറക്ടർക്കായിരിക്കും. ഒരു ഡയറക്ടറാണ് ഫൈനലൈസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ആക്ടേഴ്സിന് ഗൈഡൻസുകൾ നൽകുക, അതുപോലെ തന്നെ പ്രസന്റേഴ്സിന് അല്ലെങ്കിൽ ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സ് തുടങ്ങിയ ആളുകൾക്കൊക്കെ ഗൈഡൻസ് നൽകുക എന്ന് പറയുന്ന ഡ്യൂട്ടി ഡയറക്ടർക്കാണ്. അതുപോലെ തന്നെ ക്യാമറ ആംഗിൾസ് എങ്ങനെയായിരിക്കണം, ലൈറ്റ് എങ്ങനെയായിരിക്കും വെക്കേണ്ടത്, ഷോട്ടുകൾ, ഓരോ ഷോട്ടുകൾ എങ്ങനെ കമ്പോസിഷൻ ചെയ്യണം തുടങ്ങിയുള്ള ഡ്യൂട്ടീസും ഡയറക്ടർക്കായിരിക്കും ഉണ്ടാവുക. അടുത്തത് കാസ്റ്റിംഗ് ഡയറക്ടറാണ്. കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആക്ടേഴ്സ് ഉണ്ടായിരിക്കും, പ്രസന്റേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ RJ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നരേഷൻ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഡിഷൻസ് ഒക്കെ നടക്കാറുണ്ടാവുമല്ലോ, ഒരു സിനിമയിലേക്ക് ഓഡിഷൻസ് ഒക്കെ നടക്കാറുണ്ടായിരിക്കും. ആ ഓഡിഷനിലൂടെ റൈറ്റ് ടാലന്റ് പേഴ്സൺസിനെ ചൂസ് ചെയ്യുക എന്ന് പറയുന്ന ചുമതലയും കാസ്റ്റിംഗ് ഡയറക്ടർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത പ്രൊഡക്ഷൻ മാനേജർ ആണ്. പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയാണ്. അതായത് ഓരോ എക്യുപ്മെന്റുകൾ എത്തിക്കുക, ലൊക്കേഷൻസിൽ സാധനങ്ങൾ എത്തിക്കുക, കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾസുകൾ നടപ്പിലാക്കുക തുടങ്ങിയുള്ള പ്രൊഡക്ഷന്റെ എല്ലാ സ്റ്റേജുകളും മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ് പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രൊഡ്യൂസർ ഒരു ബജറ്റ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ ആ ബജറ്റിനുള്ളിൽ തീർക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടിയും കൂടി പ്രൊഡക്ഷൻ മാനേജർക്കായിരിക്കും. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ ക്രൂവും ഒക്കെ ആയിട്ട് നല്ല സ്മൂത്ത് കോർഡിനേഷനിൽ പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നതും പ്രൊഡക്ഷൻ മാനേജർ ആയിരിക്കും. അടുത്തത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്നത്. ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ എടുക്കാം. ആ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ ഗുണ കേവ് എന്ന് പറയുന്നത് കാണിക്കുന്നത് ഒരു ആർട്ട് ഡയറക്ടറുടെ അദ്ദേഹത്തിന്റെ ഒരു കലയാണത്. അപ്പോൾ എന്താണ് ഡയറക്ടർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് തയ്യാറാക്കുക, കോസ്റ്റ്യൂംസ് തയ്യാറാക്കുക തുടങ്ങിയിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് ആർട്ട് ഡയറക്ടർക്കായിരിക്കും. അടുത്ത ലൊക്കേഷൻ മാനേജർ ആണ്. ലൊക്കേഷൻ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഡോർ ആയിട്ടുള്ള സീനുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യേണ്ടത്, കഥയുടെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ലൊക്കേഷൻസ് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ള കണ്ടെത്തുക, അതുപോലെ തന്നെ ആ ലൊക്കേഷന് വേണ്ടിയുള്ള പെർമിഷൻസ് എടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലൊക്കേഷൻ മാനേജർക്ക് ആയിരിക്കും. അടുത്തതായിട്ട് പറയുന്നത് ഒരു ഫിലിമിംഗ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കീ പേഴ്സൺസ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ക്യാമറ ഓപ്പറേറ്റർ ആണ്. ടെലിവിഷൻ പ്രൊഡക്ഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ക്യാമറ ഓപ്പറേറ്റർക്ക് നമുക്ക് സിനിമാറ്റോഗ്രാഫർ എന്ന് വിളിക്കാം. ക്യാമറ അല്ലെങ്കിൽ വീഡിയോ ഫൂട്ടേജുകൾ എടുക്കുന്ന വ്യക്തിയാണ് സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത്. ക്യാമറ ആംഗിൾസ്, അതിൽ ഫോക്കസുകൾ, ഡയറക്ടേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഓരോ മൂവ്മെന്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക, അത് നല്ല വിഷ്വൽ ബ്യൂട്ടിയിലൂടെ എന്ത് ചെയ്യുക, ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്ന ഡ്യൂട്ടി സിനിമാറ്റോഗ്രാഫർക്കായിരിക്കും. അടുത്ത സൗണ്ട് എഞ്ചിനീയർ ആണ്. സൗണ്ട് എഞ്ചിനീയറുടെ ഡ്യൂട്ടി എന്ന് പറയുന്ന മൈക്രോഫോൺസ്, അതുപോലെ തന്നെ അതിന്റെ സൗണ്ടിന്റെ ലെവല്, പിന്നെ ഓഡിയോ റെക്കോർഡിംഗ് എക്യുപ്മെന്റ്സുകളൊക്കെ മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഡ്യൂട്ടി സൗണ്ട് എഞ്ചിനീയർക്കായിരിക്കും. അതുപോലെ തന്നെ സൗണ്ടുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സുകളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ഹൈ ക്വാളിറ്റി സൗണ്ടുകൾ തന്നെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടിയും സൗണ്ട് എഞ്ചിനീയർക്കാണ് ഉള്ളത്.
അടുത്ത ലൈറ്റിംഗ് ടെക്നീഷ്യൻ ആണ്. ലൈറ്റിംഗ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീനിന്റെ മൂഡ് അനുസരിച്ചുകൊണ്ട് പ്രോപ്പർ വിസിബിലിറ്റി ഉള്ള ലൈറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റ് നടത്തുക എന്ന് പറയുന്ന ഡ്യൂട്ടി ലൈറ്റിംഗ് ടെക്നീഷ്യൻ ആണ്. ഡയറക്ടറിന്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് ലൈറ്റിന്റെ എഫക്റ്റുകൾ നൽകുന്ന ഡ്യൂട്ടിയും ആർക്കായിരിക്കും? ലൈറ്റിംഗ് ടെക്നീഷ്യൻസിനായിരിക്കും. അടുത്ത് ഫ്ലോർ മാനേജർ ആണ്. ഫ്ലോർ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺ സ്ക്രീൻ ടാലന്റുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ടീമും ഓൺ സ്ക്രീൻ ടാലന്റുകളും തമ്മിലുള്ള ഒരു ബന്ധം കൊണ്ടുവരുന്ന ഡ്യൂട്ടിയും കൂടി ഫ്ലോർ മാനേജർക്ക് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുകയും അത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഡ്യൂട്ടി ഫ്ലോർ മാനേജർക്ക് ആയിരിക്കും. അത് ടെലിവിഷൻ ഷോസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഫ്ലോർ മാനേജേഴ്സ് ഉണ്ടാവാറുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ആള് പ്രസന്റർ അല്ലെങ്കിൽ ആങ്കർ എന്നുള്ളതാണ്. നമുക്ക് VJ എന്ന് പറയാം, വീഡിയോ ജോക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമുക്ക് വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ RJ എന്ന് പറയാം, റേഡിയോ ജോക്കി എന്ന് പറയാം, വോയിസിലൂടെ പ്രസന്റ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഒരു പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് RJ, VJ അല്ലെങ്കിൽ പ്രസന്റർ, ആങ്കർ എന്നിങ്ങനെ പറയാറുള്ളത്. അപ്പോൾ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടിയാണ് ഇവർക്ക് ഉണ്ടായിരിക്കുക. സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുക, ഇന്റർവ്യൂസ് നടത്തുക, അതുപോലെ തന്നെ ഗസ്റ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക തുടങ്ങിയ ഡ്യൂട്ടിയാണ് ഇവർക്ക് ഉണ്ടാവുക. അടുത്ത പെർഫോമേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് ഉണ്ടായിരിക്കും. സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ഡ്രാമ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഷോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടിയാണ് ഇവർക്കുള്ളത്. ഡയറക്ടേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കൊണ്ട് പെർഫോമൻസ് നടത്തുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. അടുത്തത് കീ റോൾസ് ഇൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ആണ്. അതായത് എഡിറ്റിംഗ് ആൻഡ് ഫൈനലൈസേഷൻ സ്റ്റേജ് ആണ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് എഡിറ്റർ ആണ്. എഡിറ്റർ എന്ന് പറയുന്നത് ഒരു കറക്റ്റ് സീക്വൻസിന് അനുസരിച്ച് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്കറിയാം പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ക്ലിപ്പിംഗ്സുകൾ ഒരുമിച്ചാക്കുന്നതാണ് ആ സീക്വൻസുകൾ എന്ന് പറയുന്നത്. അതിൽ മിസ്റ്റേക്സുകൾ റിമൂവ് ചെയ്യുക, ട്രാൻസിഷൻസ് ആഡ് ചെയ്യുക, കൃത്യമായിട്ട് സ്മൂത്ത് ഫ്ലോ ഒരു വീഡിയോയ്ക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഓഡിയോയ്ക്ക് ഉണ്ട് എന്നുള്ള ഫൈനലൈസ് ചെയ്യുന്നത് എഡിറ്റർ ആണ്. പിന്നെ സൗണ്ട് ഡിസൈനർ ഉണ്ട്. സൗണ്ട് ഡിസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടുകൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുക, ഉയർത്തുക, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റുകളൊക്കെ കൊടുക്കുക, അതുപോലെ തന്നെ വോയിസിന് ക്ലാരിറ്റി ഉണ്ടെന്ന് ഉറപ്പെടുത്തുക, സൗണ്ട് ലെവൽസുകളൊക്കെ ബാലൻസ്ഡ് ആണ്, അതായത് ലെഫ്റ്റും റൈറ്റും ഒക്കെ സൗണ്ട് ലെവൽസുകളൊക്കെ ബാലൻസ്ഡ് ആണെന്നൊക്കെ ഉറപ്പുവരുത്തുന്ന വ്യക്തിയാണ് സൗണ്ട് ഡിസൈനർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വിഷ്വൽ എഫക്റ്റ് അല്ലെങ്കിൽ വിഷ്വൽ എഫക്റ്റ് ആർട്ടിസ്റ്റുകളാണ്. നമുക്കറിയാം ഇപ്പൊ ഗ്രീൻ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ സ്പെഷ്യൽ എഫക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റും, ആനിമേഷൻസ്, CGI തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എഫക്റ്റുകൾ അല്ലെങ്കിൽ ഫാന്റസികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആളുകളെയാണ് വിഷ്വൽ എഫക്റ്റ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CGI തുടങ്ങിയത് പറയുന്നത്. അടുത്ത ഗ്രാഫിക് ഡിസൈനർ ആണ്. ഗ്രാഫിക് ഡിസൈനർ എന്ന് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ടെക്സ്റ്റ് ഓവർലൈസ് അല്ലെങ്കിൽ വിഷ്വൽ എലമെന്റുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെലിവിഷനിലേക്ക് വേണ്ടി കൊണ്ടുവരിക, അപ്പൊ അല്ലെങ്കിൽ ലോഗോസ്, ബാനേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ, വിഷ്വൽ കണ്ടന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഗ്രാഫിക് ഡിസൈനറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അടുത്തതാണ് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് ട്രാൻസ്മിഷൻ ചെയ്യുക എന്നുള്ളതാണ്, അതായത് എയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ റേഡിയോ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ ഒക്കെ ഇവരുടെ ഷോ കൃത്യമായിട്ട് എയർ ചെയ്യുക എന്നുള്ളതാണ്, പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രത്തോളം കാര്യങ്ങളാണ് ആദ്യത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. നോട്ട്സ് ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻസിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.